ഹായ് എല്ലാ കൂട്ടുകാർക്കും PSC എഡ്യൂഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു തസ്തികയെ പറ്റിയാണ്. ഈ മാസം ഓഗസ്റ്റ് 22-ന് പരീക്ഷ നടക്കുന്ന ലാബ് അറ്റൻഡർ എന്ന തസ്തികയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അറിയാൻ സാധിക്കും. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം മുതൽ ഈ തസ്തിക എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ നിമിഷം മുതൽ നിങ്ങൾക്കിതിൻ്റെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഉറപ്പായും ഈ എക്സാമിനെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ നിമിഷം തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. കാര്യം വരും ദിവസങ്ങളിൽ റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേരിയസ് LDCയുടെയൊക്കെ പരീക്ഷ നടക്കുന്ന സമയം കൂടെയാണ് അതുകൊണ്ട് റഷ് ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ എക്സാം ഉള്ളവർ ശ്രദ്ധിക്കുക. നമുക്ക് ഈ തസ്തികയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇത് 598/2022 കാറ്റഗറി നമ്പറിൽ വരുന്നൊരു തസ്തികയാണ്. ഇതൊരു അറ്റൻഡർ പോസ്റ്റാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് അറ്റൻഡർ പോസ്റ്റാണ്. ഇതിൻ്റെ മാതൃവകുപ്പ് അല്ലെങ്കിൽ മദർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. അപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് കീഴിൽ വരുന്നൊരു അറ്റൻഡർ പോസ്റ്റാണിത്. ഇതിൻ്റെ പരീക്ഷ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 22-ാം തീയതിയാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് SLC ആണ്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണിത്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിവുള്ള സിലബസ് തന്നെയാണിത്. നമ്മളെല്ലാം എഴുതാൻ പോകുന്നതോ അല്ലെങ്കിൽ എഴുതിയതോ ആയ വേരിയസ് LDCയുടെ സെയിം സിലബസാണിത്. സ്പെഷ്യൽ ടോപ്പിക് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി LDC എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു മാതൃകാ പരീക്ഷയായി കാണാവുന്നൊരു ചോദ്യപേപ്പർ കൂടിയായിരിക്കും ഈ ഒരു എക്സാം. അതുകൊണ്ട് ഈ എക്സാമിനെ അത്രത്തോളം വാല്യുബിളായി കാണുക. നിങ്ങൾക്ക് ഈ എക്സാം ഇല്ല എന്നുണ്ടെങ്കിലും ഈ പരീക്ഷ കഴിയുന്ന ദിവസം ഈ ചോദ്യപേപ്പർ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഈ എക്സാം കഴിയുന്നതിൻ്റെ അന്ന് നമ്മളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം ആൻസർ കീ പരിശോധിക്കാതെ ഒരു എക്സാമായി തന്നെ ഇത് എഴുതി നോക്കാൻ ശ്രമിക്കുക. ഇനി എക്സാം ഉള്ളവർ കാര്യം സെയിം LDC സിലബസിലുള്ള ഒരു പരീക്ഷയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 23,700, 52,600 ആൻഡ് പേ സ്കെയിൽ. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് LGS നമ്മുടെ വേരിയസ് LGSനേക്കാളും 700 രൂപയോളം കൂടുതലുള്ളൊരു തസ്തികയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു LDC നിലവാരത്തിലുള്ളൊരു പരീക്ഷയാണെന്ന്. LDCയെ കമ്പയർ ചെയ്യുമ്പോൾ LDCയുടെ ബേസിക് എന്ന് പറയുന്നത് 26,500 അപ്പോൾ അത്രത്തോളം ബേസിക് ഇല്ലാത്തതും എന്നാൽ വേരിയസ് LGSനേക്കാളും ബേസിക് ഉള്ളതൊരു പോസ്റ്റ് കൂടിയാണ് ലാബ് അറ്റൻഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണം അറിയാനാണ്. നിലവിലെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 13 ആ 13 നോൺ ജോയിനിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ NJD വേക്കൻസിയാണ്. ഇത് 2022 ജൂലൈ മാസം 7-ാം തീയതിയാണ് ഈ 13 വേക്കൻസിയും റിപ്പോർട്ടായിരിക്കുന്നത് NJDയിൽ. ഇനി സിലബസ് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു പ്രിലിംസ് ആണോ മെയിൻസ് എക്സാം ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് PM വഴി. ഇത് ഉറപ്പായും ഒരു മെയിൻസ് എക്സാമാണ്. ഇത് ഒരു മെയിൻസ് എക്സാം ആവുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഖാദി ബോർഡ് LDCക്കൊപ്പം 5 ഘട്ടമായി ഇതിൻ്റെ പ്രിലിംസ് നടത്തപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 2024 ഏപ്രിൽ 11-നാണ് ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അന്ന് അതിൻ്റെ കട്ട് ഓഫായി നിശ്ചയിക്കപ്പെട്ടത് 74.67 എന്നൊരു മാർക്കായിരുന്നു, നോർമലൈസ്ഡ് മാർക്കായിരുന്നു. അന്ന് ഈ പ്രിലിംസ് ക്വാളിഫൈ ആയി യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 39,000 പേരാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ മാസം ഓഗസ്റ്റ് 22-ന് ഈ എക്സാം നടക്കുമ്പോൾ നിങ്ങളോടൊപ്പം മാറ്റൊലിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 39,000 പേരാണ്. അപ്പം അത്യാവശ്യം ഉദ്യോഗാർത്ഥികളുണ്ട് എങ്കിലും വേരിയസ് LDC അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ മത്സരിക്കാനില്ല എന്നതും ഇതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ LDCക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ എക്സാം ലഭിക്കാവുന്നതേ ഉള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായി പരിശോധിക്കാനുള്ളത് ഇതിൻ്റെ കഴിഞ്ഞ കാല നിയമന നിലയാണ്. ഇതിൻ്റെ എക്സാം അവസാനമായി നടത്തപ്പെട്ടത് 2019-ലാണ്. 2019 ഫെബ്രുവരി 19-നാണ് ഇതിൻ്റെ എക്സാം അവസാനമായി നടത്തിയത് PSC. അന്ന് ഇതിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 61 പേർക്കാണ്. അന്ന് ഇതിൻ്റെ അവസാനമായി ഇതിൻ്റെ അഡ്വൈസ് കൊടുക്കപ്പെട്ടത് 2021 ജൂൺ മാസം 28-ാം തീയതിയാണ്.
61 പേർക്ക് അഡ്വൈസ് അയക്കപ്പെട്ടപ്പോൾ ഇതിൽ നിയമനം ലഭിച്ച അവസാന OC റാങ്കുകാരൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 41 ആണ്. OC 41 വരെയുള്ള എല്ലാ പേർക്കും ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈഴവയെ പരിശോധിക്കുകയാണെങ്കിൽ 49 റാങ്ക് വരെയുള്ള ഈഴവ കാറ്റഗറിക്കും മുസ്ലിം ആണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് സപ്ലിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. സപ്ലിയിൽ 2ാം റാങ്ക് വരെയുള്ള മുസ്ലിം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു. ഇനി നമ്മൾ SC കാറ്റഗറിയാണ് പരിശോധിക്കുന്നതെങ്കിൽ SC കാറ്റഗറിയിൽ സപ്ലിയിൽ 10ാം റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥിക്ക് ഈ ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കാറ്റഗറിയിലേക്ക് പോകുന്നില്ല. ഇതുപോലെയുള്ള അപ്പം ഇതാണ് ഈ ഒരു വീഡിയോസിൻ്റെ ഏകദേശം ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല തസ്തികകളെ പറ്റിയും ഭാവിയിൽ പരീക്ഷ നടക്കാനുള്ളതായാലും PSCയുമായി റിലേറ്റ് ചെയ്ത ഒരുമാതിരിപ്പെട്ട തസ്തികകളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരള ബാങ്ക് OA, സിവിൽ പോലീസ് ഓഫീസർ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉറപ്പായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് വരും ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. സമയബന്ധിതമായി അപ്ഡേഷൻ കൂടുതൽ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും PSC EDUTOS EDUTOSE എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. 5000-ഓളം പേർ വരുന്ന അംഗങ്ങൾ വരുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പാണത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അപ്ഡേഷൻ നിങ്ങളിലേക്ക് സമയബന്ധിതമായി ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈ എക്സാം എഴുതുന്നവർക്ക് ആദ്യമേ അഡ്വാൻസ്ഡ് കൺഗ്രാജുലേഷൻസ്. എല്ലാവർക്കും ഈ എക്സാം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.